കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സോ അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് എന്നൊക്കെ പറയാം. ലക്ഷ്മികാന്താണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാനെടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം അല്ലെങ്കിൽ 18 ദിവസം. ചില ബുക്സിൽ അങ്ങനെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് കറക്റ്റ് അല്ല. പക്ഷേ അതേസമയം കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനെടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മേക്ക് ചെയ്തത് ആ ചെറിയൊരു കാലയളവിലല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തത് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള ചരിത്രം നമ്മൾ അറിയേണ്ടി വരും. കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്രാച്ചിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല. നമുക്കതിനൊരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഫ്രെയിം ചെയ്തു എന്ന വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ദേ ഹാവ് റോയൽ ചാർട്ടർ അല്ലെങ്കിൽ ട്രേഡിംഗ് ലൈസൻസ് ഉണ്ട് അവരുടെ കയ്യിൽ. ഈ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ആണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയാണ്. ഈ ലൈസൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ, അതായത് ഈ പെർട്ടിക്കുലർ ഏരിയ, അതിപ്പോൾ ഇന്ത്യയാണ്, ഇന്ത്യൻ പെനിൻസുലയിൽ ട്രേഡ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് അധികാരം ഇവർക്കുണ്ട്. അതായത് ഇവർക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ബ്രിട്ടീഷിലെ പ്രൈവറ്റ് കമ്പനികൾക്കും, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, ഓർത്തിരിക്കുക, വേറെ ഒരു പ്രൈവറ്റ് കമ്പനിക്കും ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യാൻ അധികാരമില്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അല്ലാതെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രിവിലേജ് എന്തുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടി, എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ബ്രിട്ടനിലെ തന്നെ വളരെ ഈ പ്രഭുക്കന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. പ്രമുഖരായ പ്രഭുക്കന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അത്ര റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ ആനുവലി ഏകദേശം ഇന്നത്തെ ഒരു ഇൻഫ്ലേഷനും മറ്റ് ഡീറ്റെയിൽസും റേറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആനുവലി, അതായത് വർഷാവർഷം 460 കോടി ഇന്ത്യൻ റുപ്പീസ് ആണ് ക്രൗണിന് ടാക്സ് ആയിട്ട് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും റിച്ച് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയെ ട്രേഡിങ്ങിന് വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണം ബ്രിട്ടീഷ് ക്രൗണിനും ഉണ്ട്. അതുകൊണ്ട് എക്സ്ക്ലൂസീവ് അധികാരമൊക്കെ ആയിട്ട് ഇവർ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ത്യയിലേക്ക് വരികയാണ്. അങ്ങനെ ട്രേഡ് ചെയ്ത് പതുക്കെ ഇവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങളിലും അവർ ഇടപെടാൻ തുടങ്ങി. ആ സമയത്ത് 1600 1700-കളിലൊക്കെ നമ്മളെ ഭരിക്കുന്നത് മുഗളാണ്. മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടമാണ്. പിന്നെ മറ്റ് ചെറിയ നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും നവാബും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പതുക്കെ ഇന്റേണൽ കാര്യങ്ങളിൽ, ട്രേഡിങ്ങിന് വന്നൊരു പ്രൈവറ്റ് കമ്പനി ഇന്റേണൽ കാര്യങ്ങളിൽ ഇടപെട്ട് നാട്ടുരാജാക്കന്മാരുമായിട്ടൊക്കെ കൂട്ടുകൂടി തമ്മിത്തല്ലിച്ചും ഇവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മൊത്തത്തിൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ വഷളാക്കി 100 വർഷം കഴിഞ്ഞു. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നു. അത് ആ ഒരു ബാറ്റിലിൻ്റെ യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും വരുന്നില്ല, അത് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാം. ബാറ്റിൽ ഓഫ് പ്ലാസി കഴിയുന്നു. അതിനുശേഷം 1764 ബാറ്റിൽ ഓഫ് ബക്സർ ആക്ച്വലി നമ്മുടെ മുഗൾ രാജാവ്, ഔദ്ദിലി നവാബ്, പിന്നെ ബംഗാൾ നവാബ്, ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്തിട്ട് പോലും ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെ പിടിച്ചേക്കാൻ പറ്റില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് കൂടി അവർക്ക് ആർമിയുണ്ട്. അവരുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആർമിയുണ്ട്. ഈ ആർമിയാണ് ഇവർക്ക് വേണ്ടി ഈ ഇന്ത്യൻ രാജാക്കന്മാരുമായിട്ടൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ ആർമി നമ്മുടെ മുഗൾ രാജാക്കന്മാരുടെ സൈന്യത്തെയും മറ്റ് സൈന്യങ്ങളെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സാർ കഴിയുന്നു. അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിൽ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ ചരിത്രത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റാണ് ഈ 2 യുദ്ധങ്ങളും. അത് ഹിസ്റ്ററിയിൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷം 1765 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദിവാനി റൈറ്റ്സ് നേടുകയാണ്. എന്താണ് ഈ ദിവാനി റൈറ്റ്സ് എന്ന് വെച്ചാൽ, യുദ്ധത്തിൽ തോറ്റല്ലോ, ഇന്ത്യൻ രാജാക്കന്മാർ യുദ്ധത്തിൽ തോറ്റു. അപ്പോൾ അവർക്ക് പിഴയൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം എഴുതി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുകയാണ്. എഴുതി കൊടുക്കുകയൊന്നുമല്ല, ഞാനതങ്ങനെ പറഞ്ഞതാണ്. ടെറിട്ടോറിയൽ പവർ അവർ ഗെയിൻ ചെയ്യുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് ഈ കുറച്ച് പെർട്ടിക്കുലർ സ്ഥലം, അതായത് ബംഗാൾ പ്രസിഡൻസിയാണ്, ബംഗാൾ പ്രൊവിൻസ് ആണ്. ആ പ്രൊവിൻസിലെ ബംഗാൾ, ബീഹാർ, ഒഡീഷ അടങ്ങിയ സ്ഥലം, അവിടെയുള്ള ദിവാനി റൈറ്റ്സ്, അവിടുന്ന് ടാക്സ് പിരിക്കാനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് എന്ന് ഈ പറയുന്ന യുദ്ധത്തിന് ശേഷം ട്രീറ്റി ഓഫ് അലഹബാദിലൂടെ ഒപ്പിടുകയാണ്. ഇതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർ ടാക്സ് പിരിക്കുന്നു.
ബംഗാൾ എന്ന് പറയുന്നത് അന്നത്തെ വെച്ച് റിച്ച് പ്രൊവിൻസ് ആണ്. ഒരുപാട് കാശ് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊവിൻസ് ആണ് അവരുടെ കീഴിലായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി നല്ലോണം വളരണം, അവിടുന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളർന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കകത്തുള്ള ഒഫീഷ്യൽസ് അതിലും കള്ളന്മാരായിരുന്നു. കള്ളന്മാർ ഈ ഒഫീഷ്യൽസ് ആണ് റിച്ച് ആയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി റിച്ച് ആവുന്നതിന് പകരം ഇതിനകത്തുള്ള ഒഫീഷ്യൽസ് അവിടുത്തെ ഇവിടെയുള്ള നാട്ടുകാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ നിന്നും പ്രസൻസും പിന്നെ അഴിമതിയും ഒക്കെ നടത്തി അവർ റിച്ച് ആയിക്കൊണ്ടിരുന്നു. കമ്പനി നഷ്ടത്തിലൂടെയാണ്. അപ്പോൾ കമ്പനി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ബ്രിട്ടീഷ് ക്രൗൺ ഇത് അറിയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു പ്രൊവിൻസ് ആണ് ഇന്ത്യയിലെ തന്നെ, എന്നിട്ട് നിങ്ങൾ ഈ ദാരിദ്ര്യം പറഞ്ഞ് എന്തിന് കടമെടുക്കുന്നു? അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള ഇതിനകത്ത് നടക്കുന്ന ക്രമക്കേടൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നിയമം പാസ്സാക്കുകയാണ് ബ്രിട്ടീഷ് പാർലമെന്റ്. ആ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ, അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ലോ ഈ റെഗുലേറ്റിംഗ് ആക്റ്റാണ് 1773. നമുക്കതിലേക്ക് വരാം. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നത്, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിംഗ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയാം. കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കമ്പനി ആക്ച്വലി ട്രേഡിങ്ങിന് വേണ്ടി വന്ന കമ്പനിയാണല്ലോ. അപ്പോൾ കമ്പനിയുടെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ ആക്ട് ആണെന്ന് പറയാം. വേർതിരിച്ചതാണല്ല, റെക്കഗ്നൈസ് ചെയ്ത. പിന്നെ ഇന്ത്യയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം കൂടിയാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അതെന്താന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ റെഗുലേറ്റിംഗ് ആക്ടിലെ മെയിൻ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന 3 മേജർ പ്രൊവിൻസസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബംഗാൾ, പിന്നൊന്ന് മദ്രാസും ബോംബെയാണ്. ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ബംഗാളിലാണ് ഈ യുദ്ധങ്ങളൊക്കെ നടന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ ഒക്കെ ബംഗാൾ കേന്ദ്രീകരിച്ചാണ്. റിച്ചസ്റ്റ് പ്രൊവിൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ 3 പ്രൊവിൻസിലും ഗവർണർ ഉണ്ട്. ഇതിൽ ബംഗാൾ ഗവർണറിനെ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്ത് മാത്രമല്ല, പുള്ളിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടെ ഫോം ചെയ്യാണ്. അങ്ങനെ ഗവർണർ ജനറലായ ആദ്യത്തെ വ്യക്തിയാണ് വാരൻ ഹേസ്റ്റിങ്സ്. പുള്ളി ഗവർണറായിരുന്നു. ഗവർണർ ജനറലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടെ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേരത്തെ ഗവർണറിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, എന്ത് കാര്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും എന്ത് കാര്യം നിയമം നിർമ്മിക്കണമെങ്കിലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം. പക്ഷെ ഇനി മുതൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, ഈ 4 മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ 4 മെമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും വാരൻ ഹേസ്റ്റിങ്സിനോടൊപ്പം സപ്പോർട്ട് ചെയ്യണം. വാരൻ ഹേസ്റ്റിങ്സ് പറഞ്ഞ തീരുമാനത്തോട് യോജിക്കണം. എന്നാലേ ആ ഡിസിഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിന്റെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. കാര്യം ഈ 4 മെമ്പേഴ്സിൽ 3 പേരും എപ്പോഴും വാരൻ ഹേസ്റ്റിങ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് പിന്നീട് പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പറയാണ്, നമ്മുടെ പാർലമെന്റ്, ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് ആണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് ബോഡി, ലോ മേക്കിംഗ് ബോഡി. നമ്മുടെ നാട്ടിൽ അത് നമുക്ക് ഇപ്പോൾ സ്റ്റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് MLA-മാരിരുന്നാണ്, അല്ലെങ്കിൽ പാർലമെന്റിൽ MP-മാരൊക്കെ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭയിലും ലോക്സഭയിലും നിയമം നിർമ്മിക്കുന്നത്. അതിനകത്ത് ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. പക്ഷെ എക്സിക്യൂട്ടീവ് ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും മറ്റ് ബ്യൂറോക്രാറ്റ്സും ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് വിഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന ലോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് രണ്ട് ബോഡിയാണ്. പക്ഷെ കോമൺ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ലെജിസ്ലേഷന്റെ ഭാഗമാണ്, അതേപോലെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ ഒരു കാലത്ത് ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആളും അയാളുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും തന്നെയാണ് ഒരു സിംഗിൾ യൂണിറ്റേ ഉള്ളൂ, ഒരു സിംഗിൾ ബോഡിയേ ഉള്ളൂ നിയമം നിർമ്മിക്കാനും നിയമം ഇംപ്ലിമെന്റ് ചെയ്യാനും. ഓക്കെ, ഓർത്തിരിക്കുക. അവർ തന്നെയാണ് നിയമം നിർമ്മിക്കുന്നത്, അവർ തന്നെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഇന്നത്തെ പോലത്തെ ഒരു സെപ്പറേറ്റ് ബോഡിയൊന്നുമല്ല.
അതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. നമുക്ക് 4 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ബംഗാളിൻ്റെ കാര്യമാണ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിന് ഒരു തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സെങ്കിലും പുള്ളിയുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത കാര്യം, മറ്റ് 2 പ്രൊവിൻസ് ഉണ്ട്, ബോംബെ, മദ്രാസ് പ്രൊവിൻസ്. ഈ 2 പ്രൊവിൻസും ആക്ച്വലി ബംഗാളിന് കീഴിലാക്കി കൊണ്ടുവരികയാണ്. ബംഗാളിന് കീഴിലാക്കി കൊണ്ടുവരിക മീൻസ് ഈ നേരത്തെ ഈ ബോംബെയിലെ ഗവർണറിനും മദ്രാസിലെ ഗവർണറിനും ലോ മേക്കിംഗ്, അത് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരുടെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം എടുത്ത് ബംഗാളിന് കൊടുക്കുകയാണ്. ഇവരിനി കാര്യങ്ങൾ നിർവഹിച്ചാൽ മതി. എക്സിക്യൂട്ടീവ് പവർ മാത്രമേ ഇവർക്ക് ഇനി ഉള്ളൂ. പക്ഷെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ബംഗാൾ ഗവർണറാണ്. അപ്പൊ തന്നെ പകുതി അധികാരം കയ്യിൽ നിന്ന് പോയ പോലെ അല്ലേ. ബംഗാൾ കേന്ദ്രീകരിച്ചൊരു ഭരണം. അതാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് അടിത്തറയിട്ടു എന്ന് പറയാൻ കാര്യം ഇതാണ്. ഓക്കെ, അതിനുശേഷം വന്നൊരു മേജർ പ്രൊവിഷനാണ് ഈ പറയുന്ന സുപ്രീം കോടതി. 1773 നിയമപ്രകാരം 1774 ഒരു സുപ്രീം കോടതി കൽക്കട്ടയിൽ നിലവിൽ വരികയാണ്. അതിനകത്തൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്, 3 ജഡ്ജസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ സുപ്രീം കോടതി അല്ല നമ്മൾ ഇന്ന് കാണുന്ന സുപ്രീം കോടതി, ഇത് വേറെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ സുപ്രീം കോടതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ്. സോ ആ വ്യത്യാസം ഓർത്തിരിക്കുക. ഇതൊരു വേറൊരു സുപ്രീം കോടതിയാണ്. എലിജ ഇംബെ എന്ന് പറയുന്ന ആളാണ് അന്ന് ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി. 3 ജഡ്ജസും ഉണ്ട്. ഈ സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം കോടതിയുടെ ഒരു അധികാര പരിധി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ജുറിസ്ഡിക്ഷനും അപ്പലേറ്റ് ജുറിസ്ഡിക്ഷനുമാണ്. അതെന്താന്ന് വെച്ചാൽ ഈ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കോടതിക്ക് നേരിട്ട് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള, അല്ലെങ്കിൽ കോടതിക്ക് നേരിട്ട് ഒരു കേസ് കൈകാര്യം ചെയ്യാനുള്ളൊരു അധികാരം, അതാണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ. നമ്മളിപ്പോൾ സുപ്രീം കോടതി പഠിക്കുമ്പോൾ പറയുന്നില്ലേ, അതുപോലെ തന്നെ. പക്ഷെ നമ്മുടെ സുപ്രീം കോടതിക്ക് അഡ്വൈസറി ജുറിസ്ഡിക്ഷനും കൂടെ ഉണ്ട്. പക്ഷെ ഇവിടെ അതില്ല, ഒറിജിനലും അപ്പലേറ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കീഴ്ക്കോടതിയിൽ നിന്ന് അപ്പീൽ കിട്ടി മേൽക്കോടതികളിലേക്ക് കേസ് വരൽ, ആ ഒരു സാധനം. അപ്പൊ ഈ 2 പവറാണ് അന്നത്തെ സുപ്രീം കോടതി 1773 നിയമപ്രകാരം 74 സ്ഥാപിക്കപ്പെട്ട സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്ന ഒരു പവർ. അത് മാത്രമല്ല, ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല പോയിന്റ്, ഈ സുപ്രീം കോടതി ഡീൽ ചെയ്തിരുന്നത് ബ്രിട്ടീഷ് സബ്ജക്റ്റ് മാത്രമാണ്. എന്താണ് ഈ ബ്രിട്ടീഷ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3 പ്രൊവിൻസിലും ഉള്ള ബ്രിട്ടീഷ് സിറ്റിസൺസ് ഉണ്ടാവുമല്ലോ, ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളിൽ മാത്രമാണ് ഈ സുപ്രീം കോടതി ഇടപെട്ടിരുന്നത്. അവിടുത്തെ നേറ്റീവ് സബ്ജക്റ്റ്, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ മേൽ അധികാരമില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു പാർലമെന്ററി കൺട്രോൾ കൊണ്ടുവന്നു. എന്താണ് പാർലമെന്ററി? ഏത് പാർലമെന്റ്? ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു കൺട്രോള് ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേൽ കൊണ്ടുവരികയാണ്. എന്താണ് കൺട്രോൾ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ഡയറക്ടേഴ്സിനോട് വർഷാവർഷം നടക്കുന്ന കാര്യങ്ങൾ, റവന്യൂ കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് പോലുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ, ബ്രിട്ടീഷ് ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവായി ഈ ആക്ട് പ്രകാരം. ഇതൊക്കെയാണ് മേജർ പ്രൊവിഷൻ. ഇനി ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു കൺട്രോൾ കമ്പനി അഡ്മിനിസ്ട്രേഷന് മേൽ കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല ഈ നിയമം. ഇതിന് ഒരുപാട് പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് വരുന്ന നിയമങ്ങളിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ടിലും ചാർട്ടർ ആക്ടിലും നമ്മൾ വഴിയെ പറയും. ഓക്കെ, ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതിയുടെ ജുറിസ്ഡിക്ഷൻ അത്ര ക്ലിയർ അല്ല. മിക്കവാറും സുപ്രീം കോടതിയും ഈ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും തമ്മിൽ ഒരു തർക്കമായിരുന്നു. ആർക്കാണ് കൂടുതൽ അധികാരം, ഈ കാര്യത്തിൽ ഇടപെടാമോ, ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റി പറയാനുള്ളത്. ഇതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്, ഇതിനകത്തൊരു ബംഗാൾ ഗവർണറിനെ ഗവർണർ ജനറൽ ആക്കി മാറ്റി, ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് അടിത്തറയിട്ടു. പിന്നെ കൽക്കട്ടയിലെ സുപ്രീം കോടതി, പിന്നെ മറ്റ് പ്രസിഡൻസീസ് പറഞ്ഞല്ലോ, ബോംബെ, മദ്രാസ്, അതിന്റെ മേലെ ഒരു കൺട്രോൾ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു കൺട്രോളും കൂടെ കൊണ്ടുവന്ന ഒരു നിയമമാണിത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.